ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പേര് സിയ. ഞാൻ നേഴ്സറിയിലാണ് പഠിപ്പിച്ചത്. ഈ 2026 VBSൽ ഒരു ടീച്ചറായിട്ട് വരുവാനായിട്ട് ദൈവം എന്നെ ഒരുക്കിയതിനായി നന്ദി പറയുന്നു. കാരണം ഞാൻ സത്യം പറഞ്ഞാൽ വരണ്ടെന്ന് വിചാരിച്ച ഒരാളാണ്. എനിക്ക് സ്റ്റഡി ലീവായിരുന്നു. പിന്നെ ഈ ക്ലാസ്സൊക്കെ നേരത്തെ ഈ ഗ്യാസിൻ്റെ പ്രശ്നമൊക്കെ കൊണ്ട് തീർത്തത് കൊണ്ട് ഞങ്ങൾക്ക് കുറേ വർക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞിരുന്ന ആളാണ്. പക്ഷേ എന്തോ ഞാൻ വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ ഇന്നിവിടെ ഇതൊക്കെ കണ്ടപ്പോൾ ഞാൻ റിഗ്രറ്റായി പോയതിനെന്ന് എനിക്ക് ഇപ്പം തോന്നുന്നുണ്ട്. കാരണം ഈ ഒരു പ്രോസസ്സ്, അതായത് ഫസ്റ്റ് ഡേ തൊട്ട് ഈ ലാസ്റ്റ് ഡേ വരെ ഇത്രയും ഒരു പ്രോസസ്സ്, ആ ഒരു ജേണി നല്ലതായിരുന്നു. ലൈക്ക് എനിക്ക് കിട്ടിയ ടീച്ചേഴ്സ് ആയാലും ഞങ്ങളൊക്കെ ഒരു ടീമായിരുന്നു. എന്താ പറയുക, ഒരുമിച്ച് ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ട്, ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അതൊക്കെ ഇങ്ങനെ എന്താ പറയുക, അതിൻ്റെ ആ ഒരു ഇട്ട എഫേർട്ടിന് നമുക്ക് തിരിച്ച് അതേപോലൊരു റിസൾട്ട് കിട്ടുമ്പോൾ നമുക്കൊരു സന്തോഷം ഉണ്ടാവുമല്ലോ. അതെനിക്കിപ്പോൾ നന്നായിട്ട് തോന്നുന്നുണ്ട്. അതുപോലെ എനിക്ക് കിട്ടിയത് നേഴ്സറിയാണ്. എനിക്ക് ഒട്ടും ക്ഷമയില്ലാത്ത ഒരാളാണ് ഞാൻ ആ കൊച്ചുങ്ങളെ എങ്ങനെ പഠിപ്പിച്ചു എന്ന് ഇപ്പോഴും എനിക്ക് അറിയത്തില്ല. പക്ഷെ എന്തോ പാവം അവർ കുറേ അടങ്ങിയിരുന്ന് തന്നിട്ടുണ്ട്. ഞാൻ പറയുന്നതൊക്കെ കേട്ടിട്ടുണ്ട്. അങ്ങനെ എനിക്ക് കുറേ നല്ല മെമ്മറീസ് ഉണ്ടായിട്ടുണ്ട്. അതുപോലെ എന്താ പറയുക, ഈ VBS ഇവിടെ നടക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ആ ഒരു പ്രോസസ്സിൽ നമ്മൾ ഈ കാണുന്ന മാത്രമല്ല, അതിൻ്റെ ബിഹൈൻഡ് ദ സീൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാനും ഇവിടെ VBS പഠിച്ച ആളാണ്, സൺഡേ സ്കൂളിലുള്ള ഒരാളായിരുന്നു. അപ്പോൾ എന്താ പറയുക, നമ്മൾ ഈ പുറത്ത് കാണുന്നതല്ല, ഇതിൻ്റെ പുറകെ ഓടുന്ന ഒരുപാട് പേരുണ്ട്. ഇപ്പം അബ്രഹാം അങ്കിളായാലും ഷിബുസാറായാലും അച്ഛനായാലും ഇന്ന് ഈ VBS 10 ദിവസം ഇവിടെ നടക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പുറകിൽ ഒരുപാട് ആളുകളുടെ കഷ്ടപ്പാടുണ്ട്. അതൊക്കെ ഇന്ന് എന്താ പറയുക, നല്ല രീതിക്ക് അത് അവസാനിക്കാൻ നല്ല രീതിക്ക് നടന്നു പോയതിന് ദൈവത്തിന് നന്ദി പറയുന്നു. അതുപോലെ തന്നെ എനിക്ക് കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, നമുക്കിപ്പോഴേ ഇതൊക്കെ കിട്ടത്തുള്ളൂ. അതായത് ഈ പറയുന്ന പോലെ VBS ആയാലും സൺഡേ സ്കൂൾ ആയാലും നമുക്ക് ഇപ്പോഴേ കിട്ടത്തുള്ളൂ. ഇത് കഴിഞ്ഞ് ഈ ഒരു യുവോപ്പ് കഴിഞ്ഞ് അല്ലെങ്കിൽ പ്രൗഢ സൺഡേ സ്കൂൾ കഴിഞ്ഞ് നമ്മൾ പോകുന്ന സമയത്ത് പിന്നെ നമുക്ക് ഇങ്ങോട്ട് ഒരു കുട്ടിയായിട്ട് വരാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്കിപ്പോൾ അതിൻ്റെ ഒരു വില മനസ്സിലാകത്തില്ല. നമ്മൾ പുറത്തൊക്കെ പോയി ഇങ്ങനെ നിന്ന് പഠിക്കുമ്പോഴൊക്കെ ആയിരിക്കും അതിൻ്റെ ഒരു വില മനസ്സിലാവുക. എനിക്ക് അത് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് അനുഭവത്തിൽ ഞാൻ പറയാം. അതുകൊണ്ട് മാക്സിമം നിങ്ങൾക്ക് കിട്ടുന്ന ക്ലാസ്സുകളായാലും, നിങ്ങൾക്ക് ഇവിടെ എന്തെങ്കിലും ഒരു പരിപാടി ഉണ്ടെങ്കിൽ മാക്സിമം അത് ജോയിൻ ചെയ്ത് മാക്സിമം നിങ്ങളതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ, ഞാനും കുറേയൊക്കെ മടി പിടിച്ചൊക്കെ ഇരുന്ന ആളാണ്. പക്ഷെ എന്തോ ഞാനിവിടെ വന്നതുകൊണ്ട് ആ ഒരു മെമ്മറീസാണ് നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റുക. പുറത്തൊക്കെ പോയിരുന്നത് പഠിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാകും. കാരണം ചിലപ്പോൾ നമ്മുടെ അടുത്ത് പള്ളി കാണത്തില്ല. ഇപ്പം എൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ, ഞാൻ പഠിക്കുന്ന സ്ഥലത്ത് അടുത്തൊന്നും പള്ളിയില്ല. അപ്പോൾ ഞായറാഴ്ച പള്ളിയിൽ പോകാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ എന്താ പറയുക, മർത്തോം പള്ളി തീരെ ഇല്ല, ഉള്ള പള്ളികളൊക്കെ ദൂരെയാണ്. അപ്പം നമുക്ക് അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. അപ്പം ഞാൻ ഇവിടെ വരുമ്പോഴായിരിക്കും ഒന്ന് പള്ളിയിൽ വരിക, അല്ലെങ്കിൽ ഒന്ന് പ്രാർത്ഥിക്കുക, അങ്ങനെയൊക്കെ ചെയ്യാം. അപ്പോൾ നിങ്ങൾ പോകുന്ന സ്ഥലം അനുസരിച്ചിരിക്കും. അതുപോലെ നമ്മൾ പുറത്തൊക്കെ നിന്ന് പഠിക്കുമ്പോൾ നല്ല കഷ്ടപ്പാടാണ്. നമ്മൾ ഒറ്റയ്ക്കായിരിക്കും, കുറേ കാര്യങ്ങൾ വരും. അപ്പോൾ അതിനൊക്കെ നമുക്ക് ശക്തി തരികയും അല്ലെങ്കിൽ നമുക്കൊരു മുമ്പോട്ട് പോകാൻ ഒരു ബലമൊക്കെ തരുന്നത് ഇതൊക്കെ കൊണ്ടായിരിക്കും. ഇപ്പം ഞാനിവിടെ നിൽക്കുന്നുണ്ടെങ്കിലും അത് ഞാൻ പഠിച്ച VBSും ഞാൻ പഠിച്ച സൺഡേ സ്കൂളും കൊണ്ട് മാത്രമാണ് ഞാൻ ഇന്നിവിടെ നിന്ന് സംസാരിക്കുന്നത്. അതുപോലെ ഞങ്ങളുടെ ഈ വർഷം ചിന്താവിഷയം എന്ന് പറയുന്നത് സ്റ്റാൻഡ് ഫേം ഇൻ ക്രൈസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ഡയറക്ടർ മാം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞ ആ ടീമിൽ ഒരു ലീഡർ തന്നെ ആയിരുന്നു മാം. ആവശ്യമുള്ള സമയത്ത് നമുക്ക് എപ്പോഴായാലും പോയി ചോദിക്കാനും ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്യാൻ ഞങ്ങളോട് സംസാരിക്കുകയും ഒക്കെ ചെയ്ത് ഒരു കുഴപ്പവും ഇല്ലാതെ ഇവിടെ എത്തിച്ച ഏറ്റവും വലിയ പങ്ക് വഹിച്ച ഒരാളാണ് മാം. അതുപോലെ തന്നെ നമ്മൾ പഠിച്ച പോലെ ദാനിയേലിനെ പോലെയും ദാവീദിനെ പോലെയൊക്കെ എന്ത് പ്രലോഭനങ്ങൾ വന്നാലും നമ്മൾ അതൊന്നും എന്താ പറയുക ഒരു വിഷയമാക്കി എടുക്കാതെ നമ്മുടെ ദൈവത്തിൽ ഉറച്ചു നിൽക്കുവാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് പറയുന്നു. ഒരിക്കൽ കൂടി എനിക്ക് ഇതിന് അവസരം തന്ന ഓരോരുത്തരോടും നന്ദി പറഞ്ഞുകൊണ്ട്, ദൈവത്തോടും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.